തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് ആക്കി, സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർ മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ചേട്ടൻ ഇന്നിട്ട വീഡിയോ ഇല്ലേ, അതിന്റെ അകത്ത് ഒരു ആന്റി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിട്ടും കോൺട്രോവേഴ്സികൾക്ക് ഒരു ക്ഷാമവും ഇല്ല. പടപടാന്ന് നടക്കുന്ന കോൺട്രോവേഴ്സികൾ. എന്തായാലും കൊള്ളാടെ. വേറൊരു കേസ് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കട്ടപ്പ ശൈത്യയില്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടപ്പ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാത്തില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ തനിക്ക് ഫസ്റ്റ് വേണം, അവിടെ തനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നോ കോംപ്രമൈസ്, പിന്നെ അവരെല്ലാം കുറ്റക്കാരാണ് എന്നുള്ളൊരു മൈൻഡിലാണ് കട്ടപ്പ ശൈത്യ കാലാകാലമായിട്ട് നടന്നു വരുന്നത്. അതിന്നും ഇന്നലെ തുടങ്ങിയില്ല. സ്കൂൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഈ കട്ടപ്പ ശൈത്യയുടെ ഒരു വൃത്തികെട്ട കൊണമുണ്ട്. മത്സരിക്കുന്നിടത്ത് എനിക്ക് ഫസ്റ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ പരാതിപ്പെട്ടേ അടങ്ങത്തുള്ളൂ. അമ്മയും മോളും എന്ന് പറയുന്ന പരിപാടിയിൽ പോയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടാത്തതിന് 5ാം സ്ഥാനം കിട്ടിയത് കൊണ്ട് ട്രോഫി വാങ്ങാതെ അവിടെ ഒരു വൃത്തികെട്ട സ്വഭാവം കാണിച്ചിട്ട് ഇറങ്ങി പോകുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിനെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മൾ കിട്ടിയ അംഗീകാരം കൊണ്ട് പോകണം. അത് ഏതെങ്കിലും ഒരു ട്രോഫി ആവട്ടെ, ഇനി കിട്ടിയില്ലെങ്കിൽ കൂടി സന്തോഷമായിട്ട് പോകണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വന്നിട്ട് എനിക്ക് 5ാം സ്ഥാനം കിട്ടിയ ട്രോഫി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയല്ല ചെയ്യേണ്ട. എന്നാൽ ബിഗ് ബോസിൽ വന്നപ്പോൾ ട്രോഫി കിട്ടാത്ത സങ്കടവും അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, തനിക്കും കിട്ടിയില്ല, താൻ ഏറ്റവും വെറുത്ത ആൾക്കും ഞാൻ ഏറ്റവും കുത്തിയ ആൾക്കും കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു അസൂയ നിറഞ്ഞ കുശുമ്പ് നിറഞ്ഞ ഒരു മുഖം നമുക്കന്ന് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എന്നാൽ കട്ടപ്പ ശൈത്യയുടെ തുടക്കകാലം എവിടെ മുതലാണ്? സ്കൂൾ ജീവിതം മുതൽ തനിക്ക് ഫസ്റ്റ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻസ് തീർക്കുന്ന രീതികളും കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സ്കൂൾ ലെവലിൽ തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് ആക്കി, സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർ മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു. മോണാക്ട്. അപ്പൊ മറ്റേ കുട്ടി ആ സ്കൂളിൽ ആദ്യമായിട്ട് വന്നതാ. പക്ഷെ ആ കുട്ടിക്ക് അവര് ഫസ്റ്റും കൊടുത്തു. അവിടെ അതിനെക്കാട്ടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇവളെ. ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി. ഇവക്ക് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാം, കാരണം പുതിയ പ്രിൻസിപ്പൽ വരുന്നു, നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടുന്ന് പോകുന്നത്, ജില്ലയിൽ പോകുന്നതാന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്നു. ഞാൻ ആ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി പോയിട്ട് അവിടെ പോയിരുന്നിട്ട് കരഞ്ഞു. സാറിന്റെ മുന്നേ പോയിരുന്ന അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഒരു സാധനങ്ങൾ, ഇതിനൊക്കെ എന്നാ പറയാനാ? അമ്മച്ചി, നിങ്ങള് ഇങ്ങനെയല്ല മക്കളെ വളർത്തേണ്ട. മോക്ക് എല്ലായിടത്തും ഫസ്റ്റ് കിട്ടണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അമ്മച്ചി ഒരു കാര്യം ചെയ്യണം. അമ്മച്ചി വീട്ടിൽ വെച്ച് പ്രോഗ്രാം നടത്തണം, എന്നിട്ട് വേറെ ആരെയും പങ്കെടുപ്പിക്കരുത്. അങ്ങനെ വരുമ്പം അമ്മച്ചിയുടെ മോക്ക് തന്നെ ഫസ്റ്റ് കിട്ടും. വേറെ ആർക്കും ഫസ്റ്റും കിട്ടില്ല, സെക്കൻഡും കിട്ടില്ല, എല്ലാം അമ്മച്ചിയുടെ മോക്ക് തന്നെ. സീരിയസ്ലി പറയുവാണ്, അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുന്നത്. ഇത് ഒരുമാതിരി സ്കൂളിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും പങ്കെടുത്തു കഴിഞ്ഞാൽ തനിക്ക് ഫസ്റ്റ് കിട്ടുന്നില്ല, ഇന്നലെ വന്നവർക്കാണ് ഫസ്റ്റ് കൊടുത്തത്. ആ കുട്ടി ഇവളെക്കാളും പെർഫോമൻസ് ചെയ്തതാണ്, അതുകൊണ്ട് ആ കൊച്ചിന് ഫസ്റ്റ് കിട്ടി. അതിനിങ്ങനെ നടന്ന് മോങ്ങിയിട്ടും കരഞ്ഞിട്ടും കുശുമ്പ് കാണിച്ചിട്ടും അസൂയ കാണിച്ചിട്ടും ഇങ്ങനെ പോയിട്ട് കുത്തിത്തിരിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് എന്തോന്നേ, മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇത്ര മ്ലാച്ച് ആവാൻ പാടണ്ട. ഫസ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് പരാതി പറഞ്ഞു. ഞാനൊക്കെ പണ്ട് തവളച്ചാട്ടത്തില് സെക്കൻഡ് എങ്ങാണ്ട് കിട്ടിയേട്ടെ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ ഇല്ലായിരുന്നു, തവളച്ചാട്ടത്തിനുണ്ടായിരുന്നു, പിന്നെ പടം വരപ്പിനുണ്ടായിരുന്നു. അത് തോറ്റ്. ഞാൻ വരയ്ക്കുന്ന പടം കണ്ടപ്പം അവർക്ക് തന്നെ മനസ്സിലായി ഭാവിയിൽ മിക്കവാറും നല്ലൊരു ആർട്ടിസ്റ്റ് ആവുന്നു. അതുകൊണ്ട് അവര് അപ്പം തന്നെ എനിക്ക് ഒന്നും തരാതെ വിട്ട്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെയോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. പാട്ടുപാടാൻ പള്ളിയിലെങ്ങാണ്ട് പാട്ടുപാടാൻ നിന്ന് അവിടെ നിന്ന് നമ്മളെ വേറെ ഏതോ ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ എങ്ങാണ്ട് പോയി, അവിടെ പോയി തോറ്റ്. കാരണം ഇവിടെ ഞാൻ മാത്രമേ പാടാൻ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് തന്നെ അങ്ങ് പാടാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് മാത്രം പാടാനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ മാത്രം പാടി അവിടെ പോയപ്പോൾ തോറ്റ്. അവിടെ വേറെ ആൾക്കാർ പാടാനുണ്ടായിരുന്നു, അതാണ് പറ്റിയത്. കട്ടപ്പ ശൈത്യയുടെ അവസ്ഥ അതുപോലെയാണ്. ഒറ്റയ്ക്ക് നിർത്തി പാടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിർത്തി മോണാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ്. വേറെ കൂട്ടത്താരെങ്കിലും ഉണ്ടെങ്കിലാണ് വിഷയം. അതുപോലെ ഇവർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ വേറെ ആരും പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇവർക്ക് വിഷയമുള്ളൂ. ഉണ്ടെങ്കിൽ താഞ്ഞ്, ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഫസ്റ്റ്. അത് കൺഫേം ആണ്, അത് അങ്ങനെയാണ്. ഓക്കെ. അതുപോലെ ഞാൻ വേറെ ഏതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ഓർമ്മയില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് സ്കൂളില് കുറച്ച് ഹൈസ്കൂളൊക്കെ കയറിയപ്പോൾ പിന്നെ നമ്മൾ ഒന്നിനും മിണ്ടൂല, ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് 2 എങ്ങാണ്ട് എത്തിയപ്പം ഒരു പരിപാടിക്കും നമ്മളില്ല. പിന്നെ സ്കൗട്ട് മാത്രം ഉണ്ടായിരുന്നു. സ്കൗട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആരത് സ്കൗട്ട്, ഗൈഡ്, ചണ്ട, ഊഞ്ച, സദാഗേക എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അല്ലാണ്ട് നമ്മൾ വേറെ പ്രോഗ്രാം പരിപാടിക്കൊന്നും ഇല്ല കേട്ടോ. ഡാൻസ്, പാട്ട്, കൂത്തൊന്നും അറിയില്ല. മറ്റേ വെളിയിൽ കിടന്ന് കുറെ കണങ്ങണങ്ങണങ്ങണാന്ന് ഡാൻസ് കളിക്കുക അറിയാം, അത് മാത്രമേ നമ്മൾ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ ആയിരുന്നു കാലങ്ങൾ. ഇതെന്തിനാ ഞാനിവിടെ പറയുന്നത്? എല്ലാം ഈ കട്ടപ്പ ശൈത്യ കാരണം. കട്ടപ്പ
നീ ഇങ്ങനെ ജീവിക്കരുത് കേട്ടോ. കട്ടപ്പ ആന്റി എങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇത് എന്തുവാ നിങ്ങൾ ഒരുമാതിരി മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലെന്ന് പറയുന്നത് പോലെ വിഷം കുത്തിക്കൊണ്ടിരിക്കുന്ന മോൾ അത് കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നാ വരുന്നത്? ഇനി ഈഗിൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ PR-നെ പറ്റിയിട്ടും അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ചധികം കാര്യങ്ങൾ ഈഗിൾ പറയുന്നുണ്ട്. ഈ അനുമോള് PR-ന്റെ ബലത്തിലാണ് ജയിച്ചെന്ന് പറയുന്ന പോങ്ങന്മാരും പോങ്ങികളും ബോധമില്ലാത്തതും ബോധം എന്താണെന്ന് അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. RJ ബിൻസി, കട്ടപ്പ ശൈത്യം, എല്ലാ പേരുകൾ തിരിഞ്ഞു പോകുന്നു, മറ്റവള് ബിന്നി, കുത്തിത്തിരിപ്പ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഒട്ടക്കുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കണം. അവിടെ നിന്ന് എല്ലാ സകലமான എണ്ണത്തിനും അറിയാം അനുമോള് PR-ന്റെ ബലത്തിലല്ല ജയിച്ചത്. പക്ഷെ അതിന്റെ പേരിലാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും കണ്ടു നോക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ PR എന്ന് പറയുന്ന സാധനം ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ഇത് തമ്മിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ചത് ഈ വർഷമാണ്. അതായത് ഇൻസൈഡിലെ സാധനം അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് PR എന്ന് പറഞ്ഞു. ഇത് എന്നൊക്കെ ഇത് ബിഗ് ബോസിൽ മാത്രമാണ് PR ഉള്ളതെന്നാണോ നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്? ഗൈസ്, എല്ലാവർക്കും PR ഉണ്ട്. സിനിമ നടന്മാർക്ക്, നടിമാർക്ക്. ഞാൻ ഒരു കാര്യം, നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ എയർപോർട്ടിന്റെ വെളിയിൽ സിനിമ നടന്മാര് വരുമ്പോ പോയി ഫോട്ടോ എടുക്കുന്നത്? ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന നടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, സ്ക്രീൻ പ്രസൻസിന് വേണ്ടി. മനസ്സിലായ? PR ഒക്കെ എല്ലായിടത്തും ഉണ്ടറാ. ഇത് ഈ വർഷമാണ് ഇതിനകത്ത് വന്നതെന്ന് വിളി. എത്രയൊക്കെ PR ചെയ്താലും കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. എന്നാലേ ഈ PR ചെയ്യുന്നവർക്ക് കട്ട് ചെയ്തിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടേ? മനസ്സിലായ? ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവ്. എന്നാലും വെറുതെ PR ചെയ്താൽ ആരും ജയിക്കൂല. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് ബിഗ് ബോസ് വിന്നേഴ്സിനൊക്കെ. പൊന്നീകളെ, അതിന് വിവരം ബോധം ഉള്ളതിന്റെ അടുത്തൊക്കെ പറയണം. ഇല്ലാതെ വിവരവും ബോധവും ഇല്ല, സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത കുറെ ബോധമില്ലാത്തതിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ആനയത് അരിയതും ഏതെന്ന് തിരിച്ചറിഞ്ഞാത്ത അവസ്ഥയിലിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോഴാണ് അയ്യേ എന്നൊക്കെ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ വിവരദോഷികൾക്ക് എങ്ങനെ ഉടലെടുക്കാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അനുമോള് PR. ഇപ്പൊ വോട്ട് ചെയ്തവന്മാരെല്ലാം മറ്റേ ആകാശത്തു നിന്നും പൊട്ടി വിടുന്നത്, സ്പേസിൽ നിന്ന് വന്നത് നമ്മൾ ജാതു എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, എന്താടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഫൈസൽ മലബാർ ആദില നൂറ വിഷയവുമായി ബന്ധപ്പെട്ട് എയറിലാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളത് വളരെ പോക്കർത്തനം തന്നെയാണ്. കാരണം വന്ന ഗസ്റ്റിന് പിന്നെ പുറത്തു പോയതിനു ശേഷം പോസ്റ്റിട്ട് അപമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. അതൊരിക്കലും സപ്പോർട്ട് ചെയ്യുക, അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുക ചെയ്യരുത്. അത് ചെയ്യുന്ന വിഡ്ഢിത്തനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്, സപ്പോർട്ടും ചെയ്യരുത്. ഞാൻ അത്രയും മനസ്സിലാക്കുന്നുള്ളൂ. അല്ലാണ്ട് മറ്റവരെ നോർമലൈസ് ചെയ്യണം, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് വന്നപ്പോൾ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ബേസിലുള്ള അവരുടെ ആ ഒരു സാധനമൊക്കെ പൊട്ടിപ്പുറത്ത് വരാൻ തുടങ്ങി. ഏത് നമ്മളെ ആണ് ഹീറോ എന്നുള്ള സാധനമൊക്കെ പൊട്ടിപ്പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഇവരെയൊക്കെ കണ്ട് എത്ര സ്കൂളിലെ കുട്ടികൾ അടക്കം വഴിതെറ്റി പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മളിത് നോർമലൈസ് ചെയ്തും കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ മക്കളടക്കം വഴിതെറ്റി പോകും, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമെന്നത് വാസ്തവമാണ്. ഈ പെൺകുട്ടികളെ എന്തിനാണ് ഗേൾസ് ഹൈ സ്കൂളിൽ കൊണ്ടാക്കുന്നത്? പയ്യന്മാരുടെ ഇടയിൽ പെട്ട് നശിച്ച് നാറാണത്താവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതേ പെൺകുട്ടികൾ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്ത് വഴിതെറ്റി അതിനേക്കാളും തോന്നിവാസത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇപ്പോൾ ഗേൾസ് ഹൈ സ്കൂളിൽ പോലും പിള്ളേരെ വിശ്വസിച്ച് വിടാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി അടക്കം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ത്രീകൾ. ഇതൊക്കെ എന്തുകൊണ്ടാ? അതൊക്കെ ചിന്തിക്ക്. ഈ വിവരദോഷികൾ കുറെ എണ്ണം ഇതിനേക്ക് സപ്പോർട്ട് ചെയ്യും. ഞാനൊരു സമയത്ത് സപ്പോർട്ട് ചെയ്തതാണ്. അന്ന് എനിക്ക് വിവരമില്ല എന്ന് തന്നെ ഞാൻ പറയും. എന്നാൽ ഇന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എനിക്ക് വിവരവും ബോധവും ഉണ്ടെന്ന്. കാരണം ഈ കേസിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് ഒരുപാട് പിള്ളേരടക്കം ഇനി വരുന്ന തലമുറ അടക്കം വഴിതെറ്റി നശിച്ച് നാറാണത്താകാനുള്ള ചാൻസ് ഉണ്ട്. ആണും പെണ്ണും കൂടി കെട്ടി അവരെ ഒരു സംഭവമായിട്ട് സെറ്റപ്പായിട്ട് നടന്ന് ഇവരെ നോർമലൈസ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ഇതും വന്നിട്ടുണ്ട്. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലാവും? അല്ല, നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. മനസ്സിലായി? ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പം പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താണ് അതിൽ അപമാനിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗസ്റ്റിനെ അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു. മനസ്സിലായി? അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്. അല്ലേ? എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവും? പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇതിന്
അത് മനസ്സിലായി. നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBT കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ 2 സ്റ്റാൻഡുള്ളൂ. ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി. ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. മനസ്സിലായി. ഇത് വെറും വിഡ്ഢിത്തരമാണ് തൊപ്പി പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ വയ്ക്കാം. തൊപ്പി ഒരു LGBT പെട്ട ആളെന്ന് വിചാരിക്കുക. തൊപ്പിയെ ഇതുപോലെ ഒരു സ്ഥലത്ത് ക്ഷണിച്ചതിന് ശേഷം അവിടെ വന്നു പോയതിനു ശേഷം ഇങ്ങനെ അപമാനിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് തൊപ്പിക്ക് എങ്ങനെ ഫീൽ ആവും? അത് ശരിയല്ല. അവര് മനുഷ്യരാണ് ഇല്ലേ? അവരും മനുഷ്യരാണ്. അവർ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവരൊരിക്കലും പോയി ഈ ഭൂമിയിൽ നിന്ന് ഭാരമായി നിൽക്കുന്നു, അവര് ഈ ഭൂമിയിൽ നശിച്ചു പോകണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവരും ജീവിക്കട്ടെ. പക്ഷെ അവർ ചെയ്യുന്നത് ശരിയാണ്, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊരു വലിയ സ്കാമാണ് സത്യം പറഞ്ഞാൽ. ഇവരുടെയൊക്കെ ഒരു രീതിയുണ്ട്. ഇവരുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ആൾക്കാരെ ആഡ് ചെയ്യുക, മറ്റുള്ള സാധാരണ ജീവിക്കുന്ന ആണും പെണ്ണും എന്ന് പറയുന്ന ആൾക്കാരെ ഒരുമാതിരി താറടിച്ച് കാണിക്കുക. ഇവരുടെയൊക്കെ ഓരോ സമരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല, റോഡിൽ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൊപ്പിയുടെ ഈ LGBTQ സപ്പോർട്ട് ചെയ്യാത്ത സ്റ്റാൻഡിൽ ഞാൻ ഓഫ് കോഴ്സ് കൂടെയാണ്. പക്ഷെ ഒരാളെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരുമാതിരി അപമാനിക്കുന്നത് ഊളപ്പരിപാടിയാണ്. പ്രത്യേകിച്ച് തൊപ്പിയുടെ കേസിൽ തൊപ്പി ഇപ്പൊ പറയുന്നുണ്ട് വിളിച്ചു വരുത്തി നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് എല്ലാം ഇട്ടോളും. അത് തന്തയില്ലാത്ത പരിപാടി തന്നെ. അത് വളരെ മോശമാണ്. അത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല. നിന്നെ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കും, അപ്പൊ നിനക്ക് പിടികിട്ടും. തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ തൊപ്പിയോടൊപ്പം എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ മറ്റേ സ്റ്റാൻഡ് കറക്റ്റാ. നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പൊതുസമൂഹത്തിലോട്ട് ഇവരെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബാഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സൊസൈറ്റിയെ ബാധിച്ചിരിക്കും. അതുകൊണ്ട് പറഞ്ഞത് അത് കറക്റ്റാണ്. വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് അതിനേക്കാളും തൊട്ടിത്തനമാണ്. അതെ. അപ്പൊ അയാളെ നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ട. ഇനിയിപ്പോ എന്താ പ്രശ്നം? അവര് മോശക്കാരാന്ന് അവര് അങ്ങനെ എന്താ പറയാ ഇത് ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. അവിടെ സ്വീകരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് തന്നെ വിട്ടത്. ഓക്കെ. അവിടെ ചില ആൾക്കാർ LGBT സപ്പോർട്ട് ചെയ്യുന്നില്ല, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ. അവര് ഓക്കെ, അവര് പോയി ചാവാൻ പറയാൻ നമ്മളാളല്ല. മനസ്സിലാവും. നമ്മളെന്തായാലും LGBT സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒന്ന് വിചാരിച്ച LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആരെയും നമ്മൾ അടുപ്പിക്കൂല, അങ്ങനെയല്ല. ആ ഒരു ആശയം നമുക്ക് അത്ര ദഹിക്കുന്ന സംഭവമല്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അതായത് ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ എടാ ഇങ്ങനെ ഒരാളെ ഇതല്ലടാ, ഒരാളെ കാഴ്ചപ്പാടല്ല. മനസ്സിലാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുസ്ലിമാണ്, റാംബോ ഹിന്ദുവാണ്, റാംബോ ജീവിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാനിതും കാണുന്നുള്ളൂ. മനസ്സിലാവും. എന്ന് വിചാരിച്ചിട്ട് ഇവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. മനസ്സിലാവും. ഇവര് ജീവിക്കട്ടെ വാട്ടവർ. പക്ഷെ നമുക്ക് അതിനോട് ഇതില്ല, യോജിപ്പില്ല, അത്രേ ഉള്ളൂ. ഫൈസൽക്കാക്ക് അവരോട് യോജിപ്പില്ല. അയാളെ നിലപാട് അയാളെ വ്യക്തമാക്കി. അതിനെന്താ പ്രശ്നം? മതം വെച്ച് കണക്ട് ചെയ്ത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അത് തൊപ്പി ഉദ്ദേശിച്ച രീതി എനിക്ക് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ക്രിസ്ത്യനും ഹിന്ദു മുസ്ലിം ഇവിടെ ജീവിക്കുന്നത് പോലെയാണോ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്? അത് രണ്ടാണ് കേട്ടോ. മതം നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ മതത്തിന്റെ പേരിൽ അടികൂടാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാ മതവും അടിപൊളിയായിട്ട് പോട്ടെ, അവരുടേതായ കാര്യങ്ങൾ നോക്കി അടിപൊളിയായിട്ട് പോട്ടെ. അത് നമുക്ക് ഒരിക്കലും LGBTQ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മതം എന്ന് പറയുന്നത്. പരസ്പരം എല്ലാ മതങ്ങളെ റെസ്പെക്ട് ചെയ്ത് എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് പോകുന്നത് അടിപൊളിയാണ്. അല്ലാണ്ട് ഈ LGBTQ സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഇതുപോലെ ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ ഭാവിയെ ഒരുപാട് മോശമായ രീതിയിൽ ബാധിക്കും. അതൊരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരരുത്. കാരണം ഇനി വളർന്നു വരുന്ന തലമുറ അടക്കം ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവും. ഞാനൊരു വോയിസ് ഒന്ന് കൊടുക്കാം. ആ വോയിസിൽ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഒരു സമയത്ത് ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുന്നേ ഈ സാധനം പാട്ടിറങ്ങി എത്ര കുട്ടികളടക്കം 18 വയസ്സ് തികഞ്ഞ ഉടനെ പോയിട്ട് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോയി എത്ര പേര് കല്യാണം കഴിച്ചെന്നറിയാവോ? ഇന്ന് അവരുടെയൊക്കെ ജീവിതം ഏതോ അറിയില്ല. പക്ഷെ അവരും സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ബാഡ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. ഇപ്പൊ പൂജ അമൽ എന്ന് പറയുന്ന 2 കപ്പിൾസ് ഉണ്ട്. അവര് സ്കൂളിൽ പോകുന്ന സമയത്ത് ആ പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടി മറ്റുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നാളെ ആ കുട്ടികളും ഇതേ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പൂജ അമലിനെ തടയാൻ പറ്റും. അതുപോലെ അവര് പണ്ട് കാണിച്ചു കൂട്ടിയ പല കോപ്രായങ്ങളും പോക്രിത്തനങ്ങളും പിന്നെ വന്നിട്ട് വീഡിയോയിൽ വലിയ അഭിമാനത്തോട് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നോർമലൈസ് ചെയ്യാനും പറ്റത്തില്ല. ഈ എല്ലോളും തന്നെ എന്ന് പറയുന്ന സാധനം നോർമലൈസ് ചെയ്ത് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഞാൻ ഒരു സമയം സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് മാറി ചിന്തിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. എന്നെ കണ്ണ് തുറപ്പിച്ചത് തന്നെ ബിഗ് ബോസ് സീസൺ 7 ആണ്. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവർ ജീവിക്കട്ടെ, അടിപൊളിയായിട്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷെ അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കൂടി ഇഞ്ചക്ഷൻ കുത്തി വെക്കരുത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഷോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളെ എടുക്കരുത്. ഇവരെ സപ്പോർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ നാടിന് തന്നെ ആപത്താവുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മാറി മറിയുന്നത്. എന്തായാലും ഞാനൊരു വോയിസ് ഒന്ന് കൊടുക്കാം. ചേട്ടൻ ഇന്നിട്ട വീഡിയോ ഇല്ലേ, അതിൻ്റെ അകത്ത് ഒരു ആൻറ്റി പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ബിഗ് ബോസിലായിരുന്നപ്പോഴും അതിലെ നൂറ പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണോ അത് ഞങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ളവർ നമ്മളെ റോൾ മോഡലാക്കാൻ ഞങ്ങൾ പറയുന്നില്ല എന്ന്. എങ്കിൽ പോലും കൊച്ചു കുട്ടി ഇപ്പം 18 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ ഇച്ചിരി ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായമാകുമ്പം ക്യൂരിയോസിറ്റി ഉള്ളൊരു ടൈം ആണത്. അപ്പം നമ്മൾ ഇങ്ങനെയുണ്ടോ മീൻസ് നോർമലി ഒരാണ് പെണ്ണ് അങ്ങനെയല്ലേ, അപ്പം ആ പെണ്ണും പെണ്ണാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആണും ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇപ്പം അവർ സ്ട്രെയിറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ആണെങ്കിൽ ഇതെങ്ങനെ ആയിരിക്കും, മനസ്സിലായില്ലേ? ഇത് ഇപ്പം ഇല്ലോളന്തരി ടിക്ടോക്ക് സമയത്ത് 18 വയസ്സിലെല്ലാവരും ഒളിച്ചോടി കല്യാണം കഴിച്ചില്ലേ, അത് ഒരാളോടി 2 ആളോടി പിന്നെ അത് ട്രെൻഡായി. ആൾക്കാർ ഇതിങ്ങനെ ആ ഒരു ഏജിലുള്ള പിള്ളേർ അതിനങ്ങ് നമ്മളെ ഇപ്പം പാരൻസ് എന്താണോ കാണിക്കുന്നത് അത് ആണ് കുട്ടികൾ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അന്ന് ഇങ്ങനെ മൊബൈൽ ഫോൺസ് അങ്ങനത്തെ കാര്യമല്ലല്ലോ. കുട്ടികൾ എന്താണ് കാണുന്നത്, പാരൻസിനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ആരെന്ന് വെച്ചാൽ നെയ്ബേഴ്സിനെ അവരെയാണ് കാണുന്നത്, അത് അതുപോലെ അനുകരിക്കുന്നത്. ഇപ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ എന്താണോ കാണുന്നത് അതാണ് കറക്റ്റ്, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് കുഞ്ഞിലേ അത് മനസ്സിൽ അവർ ഇങ്ങനെയാണ് ഇത് ശരിയാണെന്ന് പറയുമ്പം ഓക്കെ എൻ്റെ ബെസ്റ്റ്. അപ്പം ഒരു 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ എനിക്ക് അവളുടെ ലവ് ആയിരിക്കുമല്ലേ, അപ്പോൾ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലേ, അങ്ങനെ ഒരു തോട്ട് വരും. അത് നോർമലൈസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ഇപ്പം അവരാരോ കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ ആണിനെ കല്യാണം കഴിക്കോ, പെണ്ണിനെ കല്യാണം കഴിക്കോ, അവരെ ഇവിടെ നിന്ന് എടുത്ത് കളയണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവർ ബാക്കിയുള്ളവരെ പോലെ തന്നെ ജീവിച്ചോട്ടെ. പക്ഷെ ബിഗ് ബോസ് പോലുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുമ്പോൾ കുഞ്ഞു മക്കളാണ്, അല്ലെങ്കിൽ അത് 18+ കാറ്റഗറിയിലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 16+ കാറ്റഗറി ഷോയിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കുഞ്ഞിലേ ഇവരിത് കാണുമല്ലേ, കാണുമ്പോഴത്തേന് ഇപ്പം ബിഗ് ബോസ് കാണുന്ന വീട്ടിൽ കുഞ്ഞു മക്കൾ വരുമ്പം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെയും കുഴപ്പമില്ല ചേട്ടായി. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ടൈമിൽ നമുക്ക് പോയി പിള്ളേരെ കണ്ണു പൊത്താൻ പറ്റുമോ? അതായത് ആദില നൂറ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ നോർമലി ഇരിക്കുന്ന മാത്രമല്ലല്ലോ അത് കാണിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ വെക്കുന്ന, അവരുടേതായിട്ടുള്ള റൊമാൻറ്റിക് ടോക്സ് ലൈവിലാണെങ്കിൽ കുൽസിത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ പിള്ളേർ കാണുന്നില്ലേ? അപ്പം ആദില നൂറ വരുമ്പോൾ മാത്രം അച്ഛനും അമ്മയും പോയി പിള്ളേരെ കണ്ണു പൊത്താൻ പറ്റുമോ? ഇതൊരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആവും. ഇപ്പം തന്നെ +1 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒരു വിചാരം 18 വയസ്സാവുക, എല്ലാവരും അല്ല എന്നാലും യൂട്യൂബൊക്കെ കാണുന്ന ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നവരുടെ വിചാരം 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 19 വയസ്സാകുമ്പം ഇപ്പം ലൈൻ ഉണ്ടല്ലോ, ആ പുള്ളിനെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, മതി, റീച്ചായി എല്ലായി. ആ ഒരു ഇതിലാണ്. ഞാൻ ആരെ എടുത്തു പറയുന്നില്ല, ഇതുപോലുള്ളവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, അവർക്ക് ഹൈപ്പ് കൊടുക്കുന്ന, അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടി പറയുന്ന കറക്റ്റ് കാര്യങ്ങളല്ലേ, അല്ലേ? കറക്റ്റ് കാര്യമാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എക്സാക്ട്ലി കറക്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ നോർമലൈസ് ചെയ്ത് വിടാൻ പാടില്ല. നോർമലൈസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ സ്കൂളിലായാലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലായാലും കുട്ടികളടക്കം ഇതൊക്കെ കണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇതും ഒരു ഇതാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലെങ്ങാണ്ട് ഒരു അമ്മ പറയുന്ന വോയിസ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്കൂളുകളിലടക്കം അവർ സ്കൂളിലെ പേരടക്കം പറയുന്നുണ്ട്. ഞാനാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്.
അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. ഗേൾസ് ഹൈ സ്കൂളിൽ പോലും ഇന്ന് പെൺകുട്ടികൾ സേഫ് അല്ലാത്ത രീതിയിലാകുന്നു, അല്ലെങ്കിൽ ഗേൾസ് ഹൈ സ്കൂളുകളിൽ പോലും പെൺകുട്ടികൾ വഴിതെറ്റി പോകുന്നു. സീരിയസ്ലി അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു, വഴിതെറ്റി പോകുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് പെൺകുട്ടികളടക്കം അല്ലെങ്കിൽ ആൺകുട്ടികളടക്കം വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈസെക്ഷുവൽ ആയിട്ടുള്ള ഒരാളെ ചിലപ്പോൾ ലെസ്ബിയനായിട്ടും ഗേ ആയിട്ടൊക്കെ വിളിച്ചോണ്ട് പോയി പിന്നെ ആ ഒരു ലെവലിലായിട്ട് അതിനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പം എനിക്ക് ഓഫ് കോഴ്സ് യോജിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇവരെ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രചോദനം നൽകി മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നാളെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും, ഓ അപ്പൊ ഇവർക്കും ഇവിടെ സപ്പോർട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ അംഗീകരിക്കും എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം വഴിതെറ്റി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് അത് വരാതിരിക്കട്ടെ, ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ജീവിച്ചോ, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് ജീവിക്കാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.